ഓം അമൃതേശ്വരിയായി നമുക്ക് രാമായണം എഴുതിയത് തന്നെ കൊള്ളക്കാരനായിരുന്ന ഒരാളായിരുന്നു. അതായത് കാട്ടാളനായ രത്നാകരൻ കൊള്ളയും കൊലയും നടത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സപ്തർഷികൾ ആ കാരണത്തിലൂടെ കടന്നു വരുന്നു. കയ്യിലുള്ളതൊക്കെ കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്, ഞങ്ങളുടെ കയ്യിൽ തരാൻ പറ്റിയ യാതൊന്നുമില്ലെന്ന് പറഞ്ഞു നോക്കി. എന്നിട്ടും രത്നാകരന് അത് വിശ്വാസമായില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാം തന്നോളൂ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ. രത്നാകരൻ്റെ വാണിങ്ങി കേട്ട് സപ്തർഷികൾ പുഞ്ചിരിച്ചു. രത്നാകരൻ പോലും അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടാണ് മരിക്കുന്ന കാര്യം കേട്ട് ചിരിക്കുന്നവരെ കാണാനിടയാകുന്നത്. പണ്ട് അമ്മയുടെ കൗമാരപ്രായത്തിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ നോക്കി അമ്മയും ചിരിച്ചു. അയാൾ പറഞ്ഞു, നീ നിൻ്റെ ആട്ടവും പാട്ടുമൊക്കെ നിർത്തണം, അല്ലെങ്കിൽ നിൻ്റെ ശവം ഈ കായലിലൂടെ ഒഴുകുന്നത് നാട്ടുകാർ കാണും. അമ്മയുടെ മറുപടി സപ്തർഷികളെപ്പോലെ ശാന്തമായിട്ടായിരുന്നു. ശരീരത്തെയല്ലേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കൂ, ആത്മാവിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ശരീരമല്ല എന്ന് എന്നേ അറിഞ്ഞു കഴിഞ്ഞു. കൊല്ലാൻ വന്ന ആൾ കോപം കൊണ്ടലറി. അയാൾ കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ നേരെ നടന്നെടുത്തു. പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി. അയാൾ നിലത്ത് വീണു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മ സ്വയം പാകം ചെയ്ത ആഹാരവുമായി അവിടെ എത്തി. ഭക്ഷണം ഉരുട്ടി അയാളുടെ വായിൽ വെച്ചു കൊടുത്തു. പശ്ചാത്താപ വിവശനായ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് മാപ്പ് ചോദിച്ചു. മഹാത്മാക്കൾ അങ്ങനെയാണ് മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്നത്. മഹാമുനിമാർ മന്ദസ്മിതത്തോടെ കാരുണ്യത്തോടെ കാട്ടാളനെ നോക്കുന്നു. വളരെ സ്നേഹവാത്സല്യത്തോടെ ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? രത്നാകരൻ പറഞ്ഞു, തൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ്. മഹർഷിമാർ വീണ്ടും ചോദിച്ചു, നീ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം പങ്കുവയ്ക്കാൻ നിൻ്റെ കുടുംബാംഗങ്ങൾ തയ്യാറാകുമോ? തീർച്ചയായും. രത്നാകരന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്ന് പോയി ചോദിച്ചിട്ട് വരൂ. രത്നാകരൻ തൻ്റെ കുടിലിലേക്ക് ഓടിച്ചെന്നു. ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കൊള്ളയും കൊലയും ഒക്കെ ചെയ്യുന്നത്. ഈ പാപകർമ്മങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുവാൻ നിങ്ങളും തയ്യാറാകില്ലേ? ഭാര്യ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം ഭാര്യയെയും മക്കളെയും പോറ്റേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മമാണ്. അതിനുവേണ്ടി നിങ്ങൾ അധർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാകൂ. മറ്റാർക്കും അതിൽ പങ്കുണ്ടാവില്ല. ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സത്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാട്ടുജാതിക്കാരിയായ ഒരു സാധാരണ സ്ത്രീ. രത്നാകരന് അവൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നു. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ ലോകത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് അറിയണം. നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ ധാരാളം പേരുണ്ടാകും. പക്ഷേ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ ആരുമുണ്ടാകില്ല. നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ ആരുമുണ്ടാവില്ല. താൻ ഒറ്റയ്ക്കാണ് എന്ന് ബോധമുണ്ടായപ്പോൾ രത്നാകരൻ ഭ്രാന്തനെ പോലെ മുനിയുടെ അടുത്തേക്ക് ഓടി. ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ ഭാവഭാരങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. മഹർഷി രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രാമമന്ത്രജപത്തിലൂടെ
രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറുന്നു. ആദികാവ്യം രചിച്ച് തലമുറകളെ പാപവിമുക്തനാക്കിയ മഹാമുനിയായി.